ടേസ്റ്റ് പറയാം. നാവിൽ രുചി ഉണരും. വെൽബോട്ടം പാന്റ് എങ്ങനെ ഒരു ഫലൂഡ എടുക്കട്ടെ? കൊള്ളാൻ തോന്നുന്നു. വെള്ളത്തിന്റെ ടേസ്റ്റ് അടിപൊളിയാണ്. ജിനോ എന്റെ ഒരു തരാൻ അല്ല, എന്റെ ഒരു തരാൻ പഴയ നിക്കറ മാത്രമേ ഉള്ളൂ. കുടുംബം ബഹ്റൈൻ. ഇപ്രാവശ്യം ഞങ്ങളൊരു ചെറിയ ഹോൾട്ട് എടുത്തിട്ടാണ് ബഹ്റൈൻ വരുന്നത്. ഇതൊരു പുതിയ വ്ളോഗായിരിക്കുമോ കണ്ടിന്യൂഷൻ ആയിരിക്കും നടത്തില്ല. പുതിയ വ്ളോഗാണെങ്കിൽ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഫുള്ളി ബഹ്റൈൻ ആയിരിക്കും. ഫുഡ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് വെട്ടി വിഴുങ്ങുന്നുണ്ടോ? ഒരു നാണം ഉണ്ടോ? കഴിഞ്ഞില്ലടി മീൻ മുള്ള് ആ മുള്ളൂടെ കടിച്ച് തിന്നിട്ടേ ഉള്ളൂ. അണ്ട് ഇവിടുത്തെ മുതലാളി അതാണ്, കൊച്ചു മുതലാളി. ഉണ്ട്, പക്ഷെ ഇടയ്ക്കൊക്കെ ഇത് ചെയ്യത്തുള്ളൂ. ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. അത് കാണിച്ചില്ലല്ലോ. ഇതാണ് ജിനോയുടെ വീട്. ആണ് ജിനോനെ കാണിക്കാം. ഫോട്ടോയിൽ നിങ്ങൾ കണ്ടോ? അതാണ് ആൻറ്റി. അതെ, വണ്ടി. ഇതാണ് നമ്മുടെ ഹോസ്റ്റ് ആൻഡ് ദോസ്റ്റ് ഫോർ ദ ഡേയ്സ്. ഞങ്ങളെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ പോവാ. ഓ, ഈ കുടുംബം പിങ്ക്, ഈ കുടുംബം ബ്ലാക്ക്. എവിടെ പോകുന്നറിയാം? ചർച്ചിൽ പോവാണ്. കാണിച്ചു തരാം. കുഞ്ഞുവാവ വിത്ത് ജിറാഫ്. നിങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആഴ്ച ഡ്രൈവ് ചെയ്യുന്ന വിചാരിക്കും, പക്ഷെ ഇത് ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിംഗ് ആണ്. സ്റ്റിയറിംഗ് ഇല്ലാണ്ട് കാലം കൊണ്ട് മാത്രമേ ഉള്ളൂ. അച്ഛൻ കാല് കൊടുക്കുന്നു, ഇവൻ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നു. ഓയിൽ ഡ്രില്ല് ചെയ്യുക, എന്തോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല ടെക്നിക്കലി. പക്ഷെ ഇതാണ്, ഒരു മനുഷ്യനും ഇല്ലാണ്ട്, ഒരു മനുഷ്യനും ഇല്ല, ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം ഡ്രില്ലായി ഓയിലിൻ്റെ പൈപ്പ് ലൈൻ ആണ് ഈ കാണുന്നത്. എൻ്റെ കൈ എന്ത് ആണാണ്ട് ഈ ഒരു ലൈനാണ് ഓയിലിൻ്റെ പോകുന്നത് റിഫൈനറിയിലോട്ട്. അവിടുന്ന് പിന്നെ ഇതെല്ലാം അതൊക്കെ പ്ലാന്റ്സൊക്കെയാണ് കാണുന്നതൊക്കെ ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. ബഹ്റിനുള്ളവർക്കറിയാം, അവർ പറയും എന്നെ കൂടുതൽ പഠിപ്പിക്കില്ലെന്ന്. പക്ഷേ ബഹ്റിൻ ഇല്ലാത്തവർക്ക് വേണ്ടിയാണ്. ട്രീ ഓഫ് ലൈഫ്. അമ്മ വരുമോ? ഞാൻ ആദ്യമായിട്ട് ഇത്ര അടുത്ത് വന്ന് കാണുന്നത് ട്രീ ഓഫ് ലൈഫ് കാണുന്നത്. ഇവിടെ വന്നിട്ട് ഒരു 3-4 വർഷമായി. എനിക്ക് അച്ഛൻ ആദ്യമായിട്ടാണ് തോന്നുന്നു. അവൻ ഇറങ്ങാൻ വയ്യ, ഞങ്ങളോട് പറഞ്ഞു തന്നിട്ട് അവൻ ലൈഫിൽ തൊട്ടാൽ നമ്മുടെ വിഷസ് ഒക്കെ ഫുൾഫിൽ ആവുമെന്നാണ് പണ്ടത്തെ ആൾക്കാരൊക്കെ പറഞ്ഞത്. ചുമ്മാ തള്ളി വിടാം. ആണോ? തൊടാൻ പറ്റത്തില്ലേ? സെക്യൂരിറ്റി ഉണ്ട് ഗൈസ്. ഇതാണ് ട്രീ ഓഫ് ലൈഫ്. ആരും കാണാതെ രാത്രി എല്ലാവരും പറയുന്നത് ഈ ട്രീക്ക് വെള്ളം ഒഴിച്ചിട്ടിരുന്ന വർഷങ്ങളായിട്ട് സ്റ്റിൽ ഉണങ്ങിപ്പോയിട്ടില്ല. പക്ഷെ എനിക്കിത് ഉണങ്ങിയതായിട്ടായിരിക്കും. ഇവിടെ ഉണങ്ങിയിരിക്കും. ഇത് ഉണങ്ങിയാണ്ട് കണ്ണാടി വെച്ചിട്ടില്ല. ഞാൻ കണ്ട ഉണങ്ങിയല്ലയോ? പച്ചല വിരിഞ്ഞു വരുന്നത് കണ്ടില്ലയോ നീ? ഓ, ഓട്ടം ലീവ്സ് ആയിരിക്കില്ലയോ ഗൈസ്? ഇത് ഉണങ്ങി പോയിട്ടില്ലെന്നാ പറയുന്നത്. പക്ഷെ എനിക്ക് എന്തോ ഉണങ്ങിയ പോലത്തൊക്കെ തോന്നിക്കുന്നു. എനിക്കിത് ബ്രൗൺ ആയിട്ടാ കാണുന്നത്. ആ എന്താണ്ട് എടി പോടി ആടുന്നത് ആണ്ട് കമ്പല്ല കിളിച്ച് വരും. ഇതെല്ലാം അങ്ങ് വരെ അല്ലേ? ഞങ്ങൾ പകൽ വരായിരുന്ന, പക്ഷെ പകലാ. ഇപ്പൊ എത്ര മണിയാന്ന് പറഞ്ഞാൽ ഇത് ഇന്ത്യൻ ടൈം 5:30. ഞാൻ ഇന്ത്യൻ ടൈം കാണിച്ചാല് 8 മണി, 8 o'clock. പാപ്പി ബേബി, നീ ട്രീ ഓഫ് ലൈഫ് കണ്ടോ? നിന്റെ അപ്പ നിന്നെ കാണിച്ചു ട്രീ ഓഫ് ലൈഫ് ഫൈനലി.
ഫൈനലി ട്രീ ഓഫ് ലൈഫ് കണ്ടോ? അതെന്തൊരു സ്വഭാവമാ ജിനോ. ഒന്ന് ട്രീ ഓഫ് ലൈഫ് സോക്ക് ചെയ്യട്ടെ. ടൂറിസ്റ്റായ ഞങ്ങളെ നീ അങ്ങനെ മുൾമുനയിൽ നിർത്തല്ലേ. ഇവനൊരു ടൈം ലൈനും കൊണ്ടാ വന്നേക്കുന്നത്. 5 to 5:30 ട്രീ ഓഫ് ലൈഫ്. ഇതാണ് 2 kilometers later. എന്റെ വെൽബോട്ടം പാന്റ് എങ്ങനെയുണ്ട്? ജിനോടെ എളിമ കണ്ടോ? നിങ്ങൾ അതാ ശ്രദ്ധിക്കണ്ടേ. ജിനോടെ എളിമ കണ്ടോ? ആ ജിനോടെ എളിമ കണ്ടോ? ആ താഴ്മ എളിമേ. പള്ളിയാണ്ടോ? പള്ളി അതും 10:30 ഫ്ലൈറ്റിന് 8:30 പോയി മേടിച്ച പാന്റ്. ഇതാണ് മാമോദിസ തൊട്ടി. നമ്മുടെ സൈഡ് ഐക്കണോഗ്രഫി അല്ലേ ഒരു ദിനാറ്. 100 × 10 എന്തുവാണെങ്കിലും ഈ ഇതൊരു 100 ഫിൽസ് ഇട്ടാല് നമ്പർ ഇവിടെ ഫിൽ ഇട്ടാല് 100 ക്യാൻഡിൽ കത്തും. നൈസ് നൈസ്. 100 നല്ല ഐഡിയ. ഗൈസ് അടുത്ത വർഷം ചിലപ്പോൾ ചന്ദനപ്പള്ളിയിൽ ഇത് അച്ഛൻ അടിച്ചു മാറ്റിക്കൊണ്ട് ഐഡിയ അല്ലേ? പക്ഷെ ചന്ദനപ്പള്ളി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റത്തില്ല. സൂപ്പർ സൂപ്പർ. അപ്പോഴത്തേക്കിന് ഞങ്ങളങ്ങനെ പള്ളിയിൽ നിന്ന് ഇറങ്ങി. സാധനം ഉണ്ടല്ലോ മെറ്റ റേബാന്റെ അല്ല മെറ്റ എന്തിന്റെയാ? ആണോ? ജീവനം മേടിച്ചു തരുടാ എനിക്ക്. ഇവരേതാണ് എനിക്ക് മേടിച്ചു തരാനൊക്കെ ഇരിക്കാം. ഞാൻ വീഡിയോയിൽ അങ്ങ് എടുക്കാം. അപ്പൊ പിന്നെ ഗിംബിൾ മേടിച്ചു തരാം, പിന്നെ DJI ഓസ്മോ മേടിക്കാം എന്നൊക്കെ പറഞ്ഞില്ല. ഇതൊക്കെ ഓ ശരിയാ. ഇവിടുത്തെ എന്റെ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? റിഫ. മദ്രാസ് കഫേ. ഓ മൈ ഗോഡ്, മൊത്തം ഇന്ത്യൻ. ഇത് കാണുമ്പോഴേ എനിക്കൊരു സന്തോഷം അറിയാമോ. എവിടെയും ഓരോ ദിവസം ഓരോ സ്ഥലത്ത് പോയാൽ മതി. ഇത് കാണുമ്പോ ഞങ്ങൾക്ക് ഒരു ഡിപ്രഷൻ. ഇത് 2 ദിവസം കഴിയുമ്പോ 2 വട്ടം ബഹ്റിൻ വിസിറ്റ് ചെയ്തതാ ഞാൻ. ഇത് കണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു. മുസടി കഫേ നമ്മുടെ നാട്ടിലല്ല ഗൈസ്. പാപ്പി ബേബി, പാപ്പി ബേബിയുടെ ചായ കണ്ടോ. ഹാവ് ബി ഗുഡ് ബോയ് അതാണ്ടിരിക്കുന്നത്, അനങ്ങാതിരിക്കുന്ന കണ്ടോ. കാപ്പി കണ്ടിട്ട് ചായ കണ്ടിട്ട് നല്ലതാന്ന് തോന്നുന്നല്ലോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു കടിയല്ല വരുന്നത്, പ്ലേറ്റ് ഒരു കടിയല്ല വരുന്നത്. നമ്മൾ പറയുമ്പോ 2 വെച്ചാണോ? സോറി, ഇവിടെ 2 പറഞ്ഞു. ഞാൻ ഒരു പ്ലേറ്റ് 2 ആയിട്ട് അവർ തരും. ഞാൻ ഒരു ഉള്ളിവട പറഞ്ഞപ്പോ 2 ഉള്ളിവട ആർക്കാം. Later that same evening. അല്ല ഇവൻ ചോദിച്ചു കേട്ടോ, നമ്മൾ നടന്ന് കാണാൻ പോകുന്നത്. പിന്നെന്ത് ഇവിടെ നിന്നിട്ട് ഇവിടെ കട കണ്ടെന്ന് കാണിക്കാം. ഒരു കാര്യം അറിയാമോ, ഇതൊക്കെ ഞാൻ വന്നിട്ട് 3 വർഷമായി. ആദ്യമായിട്ടാണ് ഞാൻ വരെ നടന്ന് ഇവിടെ വരെ വരുന്നത്. തിണ്ടി
തിരിഞ്ഞ് തിന്നാൻ സമ്മതിക്കത്തില്ല. ജിയോടെ എസ്തെറ്റിക്സിന് പറ്റത്തില്ല. ഫ്രണ്ട് നിർത്തുക, ഓർഡർ ചെയ്യുക, കഴിക്കുക, വീട്ടിൽ പോവാ. ഇങ്ങനെ നടത്തൊന്നും തിന്നാൻ സമ്മതിക്കത്തില്ല. അവിടുത്തെ ഒരു സ്ഥാപനത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥന് ഇതൊക്കെ പറ്റുമെങ്കിൽ. ഫ്ലാറ്റ് ജിനോടെ ഫ്രണ്ടിന്റെ ആന്ന്. ആ ഒരു ഫ്ലാറ്റ് അല്ല, 2-3 ഫ്ലാറ്റ് ഉണ്ട് ഗൈസ്. ഈ ഫ്ലാറ്റും പിന്നെ അപ്പുറത്തെ ഫ്ലാറ്റും വേറെ ഒരു ഫ്ലാറ്റ്. ജിനോ എസ് തോമസ് ഹിൽട്ടന്റെ അപ്പുറത്ത് എളിമയൊന്നുമില്ല. ഷെയർ പകുതി ഷെയർ ഇവന്റെ. ഇവിടെ ഉണ്ടല്ലോ കുറച്ച് കുറച്ച് അറബ്സിന്റെ ലാസ്റ്റ് നെയിം കേട്ടാ നമുക്കറിയാം അവർ റിച്ച് ആണോ. സ്നേഹമുണ്ടോ? 3 ദോശയുണ്ട്. ഞാൻ 2 ദോശയാ പറഞ്ഞത്. ദോശ 1 കിലോ ഉണ്ടല്ലോ. ഒരു ദോശ 1 കിലോ ഉണ്ടല്ലോ. തട്ടുദോശ മാവ് ഇഷ്ടം പോലെ. വീട്ടിൽ പോട്ടെ എനിക്ക്. പുള്ളിക്കാരൻ തീർത്തിട്ട് പോകാൻ വേണ്ടിയില്ല. വീട്ടിൽ ഇനി ഇല്ല, എനിക്കറിയാം. ടോട്ടൽ 4 ബീഫ് ചില്ലി വരും. ഞങ്ങളുടെ മുന്നേ ഒരു 10 ഓർഡർ എടുത്തിട്ടുണ്ട്. ഇനി എവിടെ നിന്നെടുത്ത് ബീഫ് ചില്ലി വരുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കാണിച്ചു തരാം ഉണ്ടോ ഇല്ല. ചമ്മന്തി മുക്കിയിട്ടുണ്ട്. ഈ ആറ്റിൽ വെച്ച് നിന്ന സാധനം ഇതാണ്. എന്തായാലും വന്നിട്ടുണ്ട് 2 എണ്ണം. ഞങ്ങൾ ഓർത്ത് വരത്തില്ല, പക്ഷെ വന്നു ഗൈസ്. നല്ല നൂൽ പൊറോട്ടയും എങ്ങനുണ്ട്? കഴിച്ചിട്ട് പറയാം. നാവിൽ രുചി ഉണരും. സൂപ്പർ ആണോ? സൂപ്പർ. The next day. ഇപ്പൊ എല്ലാരും സൈലന്റ് ആവേ. മറ്റേ ഡ്രൈവർ മറ്റേതുണ്ടല്ലോ ഒരു വീഡിയോ ഉണ്ട്. ഡ്രൈവർ പിൽസ്ബർഗോ എന്തുവായിരുന്നു മറ്റേ. ഇതാണ് ഡ്രൈവർ. സ്പൾബർ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. അത് ഇംഗ്ലീഷാണോ ടിബറ്റൻ ആണോ എന്നെനിക്ക് മനസ്സിലായില്ല. ഇത് രാജസ്ഥാൻ ലുക്ക് ഉണ്ട് കേട്ടോ ഈ വീടുകൾക്ക്. രാജസ്ഥാൻ നല്ല രസമല്ലയോ കാണാൻ. നാട്ടിൽ ചോദിച്ചിട്ട് എങ്ങും പോയിട്ടില്ല. നമ്മളൊരു അക്വാറിയത്തിൽ ഫിഷിനെ ഫീഡ് ചെയ്യാൻ വന്നൊരു സ്ഥലമാണ്. പേര് ഞാൻ താഴെ ഇട്ടേക്കാവേ. നമ്മൾ ഫിഷിനെ ഫീഡ് ചെയ്യാൻ പോവാ. പ്രിൻസ് ഇതാ ഫിഷിന് ഫുഡ് കൊണ്ട് വന്നിട്ടുണ്ട്. താഴോട്ട് വെച്ച് കൊടുത്തു. കുപ്പി താഴോട്ട് കൊടുക്കടി. കുപ്പി താഴോട്ട് വെച്ച് കൊടുക്ക്. ആ അതെ അതെ വെക്ക് വെക്ക് വെക്കടി. ആണടി താഴോട്ട് വെക്കടി. ഓടി വരും അത്. വെക്കാ വെക്ക്. കമത്തി പിടിക്കാം. ഇപ്പൊ വരും. കുപ്പി താഴെ പോകത്തില്ല. ആ വന്നടി വന്ന് കൊടുക്ക്. കുപ്പി വെക്ക്. കുപ്പി താഴെ വെക്കടി. ഇതിന് ഫിഷിനെ ഫീഡ് ചെയ്യുന്നു. പ്രിൻസ് കൊടുക്ക്. നമുക്ക് അപ്പുറേ കൊടുക്കാം. അവിടെ ഉണ്ട്. പ്രിൻസിന് പേടിയാ. A few moments later. Lulu hypermarket, supermarket. ഓക്കെ വരും. എല്ലാവരും വരും. പാനിപ്പൂരി മേക്കിംഗ്. അതെ. വെള്ളത്തിന്റെ ടേസ്റ്റ് അടിപൊളിയാണ്. മനസ്സിലായി. ആനിയുടെ വെള്ളത്തിന്റെ
ആ കഴിക്കും. മമ്മി ബ്ലോഗ് തുടങ്ങിയത്. പറ്റത്തില്ല ഗൈസ് കഴിക്കാൻ, ഒത്തിരി സാധനമുണ്ട്. അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കാം, പക്ഷെ ഒരു ലിമിറ്റ് ചെയ്ത് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. ജിനോ ഇവിടെ എല്ലാം ഒരു 4 മണിക്ക് ചട്ടിട്ട് ആകെ ജലേബി മാത്രം കഴിച്ചു. ഞാൻ ഒരുമാതിരി എല്ലാ സ്വീറ്റ്സും കഴിച്ചു, പക്ഷെ എല്ലാം കൂടെ കഴിക്കാൻ പാടാണ്. 4 പായസം. ടേസ്റ്റ് അടിപൊളി. വനില മാംഗോ ചോക്ലേറ്റ് കിട്ടും ഐസ്ക്രീം. ഇത് കുൽഫിയുടെ ഫ്ലേവേഴ്സാണ്, മലായി പിസ്ത. ഫലൂഡ പറയായോ? ഫലൂഡ വേണം. कैसे बनाओगे फलूडा? हाँ, एक फलूडा बना दो. केसर पिस्ता तो नहीं बोले? ये फालूदा हाँ, इदा फालूडा മനസ്സിലായോ? रबड़ी मलाई and it's basil seed. आइसक्रीम चॉकलेट ഇത് മണ്ടയ്ക്ക് വന്നാൽ മതി. इसके ऊपर एक डाल दो थोड़ा स्कूप. ഹാപ്പി ബേബിക്ക് എന്താ വേണ്ടേ? ഹാപ്പി ബേബി ഫലൂഡ എടുക്കട്ടെ? ബേബി ഒരു ഫലൂഡ എടുക്കട്ടെ? ഒരു ഫലൂഡ എടുക്കട്ടെ? കേട്ടോ നീ പാപ്പി ബേബി? എൻ്റെ അപ്പയ്ക്ക് സോളില്ല അത്ര. ക്ഷീണിതനായ ഇങ്ങനെ വയ്യാണ്ടാകാതിരിക്കും. 40 വയസ്സായ പിന്നെ ഇങ്ങനാണ്. ഒരു സാധാരണ ശരാശരി മനുഷ്യന് 40 വയസ്സായി കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇരുത്തി അഭിമാനിക്കണം ഇല്ലയോ? എങ്ങനെയാണ് വണ്ടി പോന്നെ? എങ്ങനെ വണ്ടി പോന്നെ? ഓ അതാ കാണിക്കുന്നില്ലയോ? ജിഗർ ഠണ്ട. മധുരൈ ഉള്ളവര് കമന്റ്. ഒന്ന് മേടിക്കൊണ്ടോ? ബൈ. ഹായ്. ജിഗർ ഖണ്ട ഇതാണ്. മധുരയുള്ളവർ അത് കാണിച്ചു. ആരും ഇവിടുന്ന് വന്ന് മേടിക്കല കേട്ടോ, അത്ര പോരെ. ചേച്ചി എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ചേച്ചി അഭിപ്രായം? നല്ലതാണോ? ആ ഇപ്പോഴത്തെ സൂപ്പർ. Later that same evening. ആഹാ
ചേച്ചിയായിരുന്നല്ലേ സബ്സ്ക്രൈബ്. നീ മുഴുവൻ കളറെല്ലാം മാറ്റിയോ? സബ്സ്ക്രൈബർ എന്നെ കാണാൻ അതെ ബിഗ് ഫാൻ. ബിഗ് ഫാൻ. ഫ്രണ്ട് ക്യാമറ എടുക്കണോ? രാത്രി ഇത് തന്നെയല്ലായിരുന്നു. ബേബിക്ക് കൊടുക്ക, മുട്ട കൊടുക്ക, റീക്രിയേറ്റ് ചെയ്യ. 3-ാം തീയതി എന്നാ എവിടെ ധ്യാനത്തിന് പോയിക്കുമായിരുന്നു? റീക്രിയേറ്റ് വിളിച്ചിട്ട് പറ, ബേബിനെ വിളിക്കേ. ബേബി മേടിക്കും, നാണം കെടുത്തല്ലേ? ബേബി മേടിക്കണോ? നാണം കെടുത്തല്ലേ? ഒരെണ്ണം മതി. കയ്യിൽ ഒരെണ്ണം ഉണ്ട്, എവിടെ എടുത്ത് പിടിക്കാനാണ്? ആന്റിയുടെ രസം പറഞ്ഞേ. ആന്റിയുടെ രസം പറ. രഹസ്യം പറ. രഹസ്യ കുടുംബം. രഹസ്യം പറ. ഒരാളെ ഒന്ന് നിർത്തിയേ കണ്ടോ? ഇവന് പുറത്ത് പോണം, ഇവന് കറങ്ങാൻ പോണം. നിനക്കെന്താ? നിങ്ങൾ 6 വർഷമായോ? അതെന്താ ചാണ്ടി, ഞങ്ങളുടെ കല്യാണം കർക്കിടത്തിലായിരുന്നു. ഞങ്ങളുടെ നിങ്ങൾ കർക്കിടം കഴിഞ്ഞു. കർക്കിടം സ്റ്റാർട്ട് ആവും 16 തൊട്ട്. 16 ജൂലൈ 15 ചെയ്തടാ. 2 സൈഡ് ഇത് കേട്ടോ. അത് തെറ്റാ. അതെടുത്ത് അവിടെ എഡിറ്റ് ചെയ്ത് പച്ചപ്പിന്റെ അടിക്കാൻ. ശരി, ഇതുണ്ടാക്കിയ ആളില് തെറ്റായാലും മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ട്. വാതയില്ലേ തുടങ്ങേ? കാലേന്ന് പിടിക്കട്ടെ. വിളിച്ച് ഇഹാനെ ബേബിനൊന്നും ചെയ്യല്ലേ? ആ മൂക്ക് കൊടുത്തേ, ബേബിക്ക് മൂക്ക് കൊടുത്തേ. ആ ദേഷ്യം പറഞ്ഞു. ആ ദേഷ്യം പറഞ്ഞു. ബേബിക്ക് ബേബി ഒന്ന് റെഡിയാ പോകും. ബേബിനെ വിളിച്ചേ. Later that same evening. മോളെ മിനി ചേച്ചി എല്ലാരും വീഡിയോ എടുത്ത്. ഇതാ ആ എന്തുവാ? ആ താഴെ വെക്ക്, സ്പൂൺ അവിടെ വെക്ക്. ഇതാരാണ്? ഓർമ്മിപ്പിക്കാം. ഫുഡ് ഫിനിഷ്. സൂപ്പർ ഫുഡായിരുന്നു ഗൈസ്. അറബിക് ഫുഡ്. പക്ഷെ തീർന്നു. പ്ലേറ്റ് മാത്രമേ ഉള്ളൂ. അച്ഛൻ ഷവർമ കഴിക്കണം എന്നുള്ള ആഗ്രഹം നിറവേറി. മെക്സിക്കൻ ഷവർമ കൊടുത്തോ? അങ്കിൾ വരുമ്പോ അച്ഛച്ചേക്ക് ഒരെണ്ണം. ആ അല്ലെ ആന്റിക്ക് ഒരെണ്ണം കൂടെ കൊടുക്കാം. ചേച്ചിക്ക് ഗുഡ് ബോയ്.
day. അല്ല ഇവർ ഇരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് വ്ളോഗ് എടുക്കാൻ തോന്നി. കൈയൊക്കെ കൈയൊക്കെ എടുത്ത് വെച്ച് കുപ്പായൊക്കെ ഇട്ട്. ഇതാണ് ഹജീസ് കഫേ. എന്തോ ആണ് ഹാജീസ് കഫേ. ഓ വല്ലവരൊക്കെ കഴിക്കുന്നത് ഞാൻ എടുക്കുന്നില്ല കേട്ടോ, എനിക്ക് പേടിയാ എങ്ങാനും വന്ന്. ഇനി വി ആർ എക്സ്പെക്ടിങ് 2 people, ജർണ ചാച്ചൻ ആൻഡ് നിധി. ബാത്റൂം എനിക്ക് ബാത്റൂം എനിക്ക് കുളിക്കണ്ടായിരുന്നു. ബാത്റൂം എന്തുവാടി? ശൗചാലയം. അത് മലയാളം. ശൗചാലയം എന്നല്ല, ടോയ്ലറ്റ്. ടോയ്ലറ്റ് ഹിന്ദിയിൽ ടോയ്ലറ്റ്. ഞാൻ വിചാരിച്ചു ഇവിടെ മറ്റേ ഫുള്ള് ഇതായിട്ട് ചോദിക്കുവായിരുന്നു. ടോയ്ലറ്റ് ഹേ ക്യാ കിധറേ, ടോയ്ലറ്റ് കിധറേ. പക്ഷെ അന്ന വേറെ ഡ്രസ് ഇട്ടോട് വരത്തില്ല. ജർണച്ചാ പറ എന്നാ ഫേമസ് എന്തോ എടുത്തേ? ഞാൻ ആദ്യമായിട്ടാ വരുന്നത്. ഇത് നോക്കിട്ട് ഏതെല്ലോ ജർണച്ചനുണ്ട് ഓൾറെഡി. കണ്ടായിരുന്നോ വ്ളോഗ്? പെരുന്നാൾ വ്ളോഗിൽ കണ്ടായിരുന്നോ? അതോടെ നമ്മൾ നമ്മൾ ബാപ്റ്റിസം വ്ളോഗ് ചെയ്തില്ല. ജർണച്ചാന്റെ വൈഫ് നിധി എറിഞ്ഞത് അതല്ലേ? അത് വേണ്ട. എന്താ ഞാൻ എല്ലാം കഴിക്കുമല്ലോ. ഇവനോട് എന്തിനാ ചോദിക്കേണ്ട കാര്യമില്ല, എല്ലാം കഴിക്കും. ഇവ അടിക്കും ഞാൻ കഴിക്കും. എന്നിട്ട് ഞങ്ങള് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെ ഞാൻ ഇടാൻ. ഒരു സൈഡിൽ നിന്ന് അടിയാടി. ഒരു പ്രാവശ്യം കരിമീൻ ഓടുന്നത്, ഒറ്റ കരിമീനേ ഉണ്ടായിരുന്നു അവിടെ. ലാസ്റ്റ് ഞങ്ങൾ ലേറ്റ് ആയിട്ട് വലിയൊരു ഒറ്റ ഒരെണ്ണേ ഉള്ളൂ. ജെറിറ്റാൻ്റെ ഇടയ്ക്ക് പപ്പ വിളിച്ചു. ഇവരുടെ വീട്ടിൽ തടിയുടെ പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പം പപ്പ വിളിച്ചിട്ട് എന്തോ ചോദിക്കാൻ പോകുന്നത്. ഞാനും ഉണ്ട്, വേറൊരാളും ഉണ്ട്. പുള്ളിയുടെ പേര് കട്ട് ചെയ്തിട്ട് പറയാം. അതെ കണ്ടിന്യൂ. ഈ പരിപാടി ഫോൺ വിളിച്ച് തിരിച്ചു വന്നിട്ടുണ്ട്. മീൻ്റെ മുന്നിൽ മാത്രമേ അല്ല മല്ലിയിലായിരിക്കും. പേരൊക്കെ പറഞ്ഞു കൊടുക്കടി. ദാല് ബീൻസും എഗ്ഗും ഓംലെറ്റ്. ലിവറിന്റെ ബീൻസ് വിത്ത് എഗ്. ഇത് ലിവർ. ഇത് രണ്ടും നിങ്ങളുടെ സ്പെഷ്യൽ ഡാല്. ഇത് കീമ, ബീഫ് ഇത് കീമ. കീമ. ഇത് സ്പെഷ്യൽ സ്പെഷ്യൽ അത് സബോള കുബൂസ്. ഇങ്ങനെ വേണം കഴിക്കാൻ. കഴിക്കുന്നത് നോക്കി കഴിക്കാം. അങ്ങനെ ഞാൻ ലെയിൻ വാക്കിംഗ് ചെയ്യുക. ഇച്ചിരി പ്രായമാകുമ്പോൾ നടക്കാൻ ഞാൻ ചന്ദ്രപ്പള്ളിയിൽ ഇങ്ങനെ നടക്കുന്നത്. ഇങ്ങനെ നടക്കാൻ പോകും. ആ ഇതെല്ലാം വീട്ടിലിടുന്ന സാധനങ്ങളാ? ഹോം ഡെക്കോർ ഇട്ടിട്ടുണ്ടോ? ആ ഓ ബോട്ട്. എവിടെ പോവാ? ടാറ്റാ. ഉറക്കമാണ്. വീട്ടിലെത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ, ഇത് ചന്ദനപ്പള്ളിയാണോ? ചന്ദനപ്പള്ളിയാന്ന് തോന്നുന്നു, പക്ഷെ ഇത് ബഹ്റിനിലാണ്. ഒത്തിരി പേരെ കണ്ട്. A few minutes later. Arabic coffee. ഇതാണ് അറബിക് സ്വീറ്റ്സ് കിട്ടുന്ന ഒരു കടയാണ്. ഇഷ്ടംപോലെ ബക്ലാവൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്വീറ്റ്സ്. അപ്പം അത് ഇവിടെ തന്നെ കിട്ടുന്ന ഒരു സാധനമാണ് ഈ അറബിക് കോഫി എന്ന് പറയുന്നത്. കോഫിനെ കുറിച്ചാണ്. A few minutes later. കാണാമോ? എല്ലാം കാണുന്നുണ്ടോ? ടാനൊക്കെ കൊണ്ടോട്ടെ, അത് കുഴപ്പമില്ല. ഫുൾ ടാൻഡ് ഓൾറെഡി. തീയൊക്കെ കിട്ടട്ടെ.
ശരി ഡി ഒക്കെ നിങ്ങളുടെ പിള്ളേർക്കൊന്നും ഡി ഇല്ല. എനിക്കേ ഇല്ല. பண்ணாம இதுல ஷேப் பண்ணா உடையாது. ഓക്കെ ഓക്കെ ഫസ്റ്റ് ടൈം ആദ്യത്തെ ലൈഫിൽ ആണോ? சொல்லிருந்தீங்கன்னா நான் லிப்ஸ்டிக் எல்லாம் போட்டு வந்திருப்பேன். ലാസ്റ്റ് അടിച്ചോണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ. അതെ ലാസ്റ്റിൽ ആക്ച്വലി നെയിൽസ് ഇല്ല അടിക്കാൻ. എന്തൊക്കെ ചേച്ചി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ஸ்கின்ல நெயில் மாதிரி பண்ணிட்டு. എങ്ങനെ ഇരിക്കണം നെയിൽസ് കാണിച്ച് ഗൈസ്. ഇനി ഞാൻ ഇങ്ങനെ ആയിരിക്കും സംസാരിക്കുന്നത്. തിരിച്ചു പിടിച്ച് ക്ലിയർ അല്ലേ? പന വേറെ ഓടിക്കുന്ന റിയയുടെ നെയിൽസ് കൊള്ളാമല്ലോ. ഇന്ന് ഇങ്ങനെ വെച്ച് ഓടിക്കത്തുള്ളില്ലയോ? പൈസ കൊടുത്ത് അടിക്കുമ്പോൾ രണ്ടുപേര് കാണുന്നേ. സർപ്രൈസ്ഡ് ലുക്കാണ് ഞങ്ങൾ. ഗൈസ് എൻ്റെ നെയിൽസ് ഉണ്ടോ? റിയ എനിക്ക് ചേച്ചി തന്നെ. ഫോക്കസും ഇല്ല. ഇനി നിങ്ങൾക്ക് എന്നെ ഇങ്ങനെ കാണാം. പക്ഷേ ഈ സിൽവർ ഒത്തിരി സിൽവറായിട്ട് ഇരിപ്പുണ്ടോടി. ഇല്ല അതുള്ളതുകൊണ്ടാവും ഭംഗി വന്നത്. ഇതാണ് നമ്മുടെ ബെഹ്റൻ. ഗൈസ് നിങ്ങൾ കമൻറ്റ് ചെയ്യും ഞങ്ങൾ ബെഹ്റനിൽ വരണമെന്ന്. ഐ ലവ് ഉമ്മലസ്. ഒരുത്ത വണ്ടി ഇട്ട് നല്ല. ഇതാണ് നമ്മുടെ സ്ഥലം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് ഞങ്ങളുടെ ഡേ ഔട്ട് സലൂണിൽ ആണുങ്ങളെ ഞങ്ങൾ കൊച്ചുങ്ങളായിട്ട് വീട്ടിലെത്തി. ഇവിടുത്തെ ഫേമസ് ക്രീം ബൺ നിങ്ങൾ ബെഹ്റിന് വരുവാണെങ്കിൽ ഇതാണ് നമ്മുടെ പോഷ ഓറഞ്ച് ബേക്കറി. ഉണ്ട് നാട്ടിലെ ബേക്കറി പോലത്തെ ബേക്കറി. കപ്പലണ്ടി മുട്ട അത് വേണ്ട. ഇത് മേടിക്കാം. ഇതിൽ ഒരു ഫോറിലിട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. റിൻസു hit the bell icon. And all. Okay. Thank you. A few moments later. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇങ്ങനത്തെ കറികൾ? ഇവരാ ചൂസ് ചെയ്യില്ലേ നിങ്ങളുടെ അതില്? വെരി പിക്കി. അതുകൊണ്ട് ഏത് കടയിൽ ചെന്നാലും ഒരു മെനു ഉണ്ട്. ഇവന്റെ സ്മൈലൊക്കെ അങ്ങ് മാറും കേട്ടോ. വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് സട്ടൽ സ്മൈലാ. ഇതൊന്നും പറ്റില്ല. ഇതെന്തോ ഇത് കൂട്ടുകറി? രസം. ഈ ചോറുണ്ടെങ്കിൽ കുറഞ്ഞൊരു മീമർത്തെങ്കിലും വേണം. എന്തെടുത്തോണ്ട് പോയേ? അച്ചാറ്. ഫ്രൈഡ് റൈസും കഴിക്കുന്ന ഇതിനും ചാറ്റ് കിട്ടാത്ത സങ്കടത്തില് പൂരി. അതെ, പാവ്ഭാജി ഒരു കടയിൽ വന്നിട്ട് ചോദിക്കുക ഇവിടുത്തെ പാവ്ഭാജി നല്ലതാണോ എന്ന്. അങ്ങനെ പറയാം അല്ല ഇല്ലെന്ന് പറഞ്ഞു. പൂരി കഴിക്കുന്ന റിൻസോ. പുള്ളി ഇല്ലാന്ന് പറഞ്ഞപ്പോഴേ അച്ഛൻ ചോദിച്ചപ്പോഴേ പുള്ളി ലൈനല്ലേ പറഞ്ഞേ. ഞാൻ വെച്ച് കൊള്ളത്തില്ലെന്നാ പറഞ്ഞത്. Few minutes later. Later that same evening. ഞങ്ങൾ തിരിച്ചു പോകണം ഗൈസ്. ബെഹ്റിൻ എയർപോർട്ടിൽ പോവാണ്. എങ്ങാണ്ടൊക്കെ ഞങ്ങളെ കൊണ്ടുപോകാം എയർപോർട്ട്. ആർക്കെങ്കിലും ജിനോനെ കണ്ടു കിട്ടുവാണേ ഇങ്ങോട്ട് നയിക്കണം. റിയ വീട്ടിൽ എങ്ങനെ ഫോൺ ജിനോടെ കയ്യില്. പിന്നെന്തോ എല്ലാം അവൻ്റെ വണ്ടിയുടെ ചാവി. അപ്പം ഒരു കാര്യം ചെയ്യും, അമേരിക്കയ്ക്ക് അങ്ങ് പോയിട്ട് അപ്പ വിളിച്ചു പറ വിളിക്കാൻ വരാൻ. എന്റെ ഓർമ്മയ്ക്ക് അല്ല ഇവിടുന്ന് പോകുന്നത് അല്ലടി ഇവിടുന്ന് പോകുന്നത് ബഹ്റിൻ ടൈമിന് ജോലിക്ക് പോകും. അവിടെ ചെല്ലുമ്പോ ഡോക്ടറെ തന്ന സമയം എത്രയാ ഞാൻ പോകും. അയ്യോ എന്റെ ദൈവമേ.
ജിനോ എൻ്റെ ഒരു തരാൻ അല്ല, എൻ്റെ ഒരു തരാൻ പഴയ നിക്കറ മാത്രമേ ഉള്ളൂ. എന്റെ പഴയതൊന്നുമില്ല, പുത്തനെ ഇപ്പം മേടിച്ചോണ്ട് വന്ന. എടി കോപ്പ, ആരേലും പറഞ്ഞ എന്തെങ്കിലും തീരുമാനിക്കാൻ എന്റെ ഫ്ലൈറ്റ് ഇന്ന് പോകും. 35 ബോർഡിംഗ് ആയിരുന്നു. 1 മണിയായി, ബോർഡിങ് സമ്മതിക്കുന്നില്ല. ഞങ്ങൾ ആ ഏരിയയിൽ ഇരിക്കുമായിരുന്നു. അവിടെ ഞങ്ങളോട് എണ്ണീറ്റ് പോകാൻ പറഞ്ഞു. 1:40 ഫ്ലൈറ്റിൻ്റെ ടൈം 1:35 1:40. പക്ഷേ ഫ്ലൈറ്റ് ഇതുവരെ ബോർഡിങ് സ്റ്റാർട്ട് ആയിട്ടില്ല. ഇപ്പോൾ വീൽ ചെയറിനെ വിളിച്ചു. ഫ്ലൈറ്റിൻ്റെ ടൈം 1:35 ആയിരുന്നു. ബോർഡിങ് 12:35 ആയിരുന്നു. പക്ഷേ ഇപ്പം 1:40 ബോർഡിങ് 12:35 ആയിരുന്നു. 1 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പം ബോർഡിങ് സ്റ്റാർട്ട് ആയിട്ടില്ല. എന്തോ സംതിങ് ഹാപ്പൻ വിത്ത് ദ ഫ്ലൈറ്റ്. എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു. എല്ലാവരും ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട്. എത്തി കൊച്ചുറങ്ങി. ഫ്ലൈറ്റിൽ ഇങ്ങനെ അങ്ങ് ഉറങ്ങിയാൽ മതിയായിരുന്നു. ബാക്ക് ടു ബേസ്. തണുപ്പത്ത് കൊടും തണുപ്പ്. ഞങ്ങൾ ടാക്സി എടുത്ത് വീട്ടിൽ പോകാൻ പോവാണ്. ഗാറ്റ്വിക് എയർപോർട്ട് എത്തി, പെട്ടി കിട്ടി, പുറത്തിറങ്ങി. അതാണ് എക്സിറ്റ്. അവിടുന്ന് വീട്ടിലോട്ട് പോവാണ്.